പന്നി ഏറ്റവും വലിയ ഒരു നജീസാണ് ഈ പട്ടിയും പന്നിയുടെയും നജീസ്. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്തെങ്കിലും പറയാം. അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു നജീസാണ് ഈ പട്ടിയുടെയും പന്നിയുടെയും. അപ്പം ഈ നജീസുകൾ നമ്മുടെ വസ്ത്രത്തിലായാൽ തന്നെ ആ വസ്ത്രം കഴുകുന്നത് 2 കുല്ലത്ത് വെള്ളത്തിലായിരിക്കണം. നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മളിപ്പോൾ ഒരു വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിയിട്ട് ഈ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങും. നജീസായ വസ്ത്രം അതിലിട്ട് കഴുകിയാൽ അത് ശരിയാവില്ല. നജീസായ വസ്ത്രം, ഈ പറഞ്ഞ പോലെ മൂത്രം അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാഷ്ടം, നജീസ്, ഈ നജീസായ വസ്ത്രം നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുമ്പോൾ 2 കുല്ലത്ത് വെള്ളത്തിലിട്ട് കഴുകണം. ഷാഫി മദ്ഹബ് അനുസരിച്ച് നിയമം അതാണ്. അത് ശുദ്ധിയാണെങ്കിൽ, അഴുക്കല്ല. ഇപ്പം നിങ്ങൾ അഴുക്ക് കൊണ്ടുപോയി നിങ്ങൾ കഴുകിയിട്ടോളി. നിങ്ങൾ വാഷിംഗ് മെഷീൻ അത് 40 മിനിറ്റ് കൊണ്ട് കറങ്ങി ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനായിട്ട് ഇങ്ങ് വരും. അപ്പം അങ്ങനെയാണ് എല്ലാവരും എളുപ്പം എന്നുള്ള പണിയാണ് നോക്കുന്നത്. പെട്ടെന്ന് ഇങ്ങ് വരും, എടുത്തിട്ട് പള്ളിയിൽ വരാം. അഴുക്ക് പ്രശ്നമല്ല, ലാ യംന ഉദ്ദറൻ. പക്ഷെ നജീസായ നമ്മുടെ ഒരു ഡ്രസ്സ് ഇപ്പം രാത്രി കിടന്ന് സ്ഖലനം ഉണ്ടായി, അതും മറ്റേതും നല്ലതും കൂടെ ചേർത്ത് കൂട്ടിക്കുഴച്ച് ഈ വാഷിംഗ് മെഷീനകത്തോട്ടിട്ട് കലക്കി അടിച്ച് തെളിഞ്ഞ് വരും. വാഷിംഗ് മെഷീനും ഹറാബായി, ബാക്കിയുള്ള ഡ്രസ്സുകളും ഹറാബായി. കൗമ അത് മനസ്സിലാക്കുന്നില്ല. അതിനാണ് ഒഴുക്കിയെടുക്കണം. ഇനി ആ വാഷിംഗ് മെഷീനിൽ നിന്ന് നിങ്ങൾ ആ വസ്ത്രം എടുത്തിട്ട് വേറെ നല്ല വെള്ളം കൊണ്ട് ഒഴുക്കിയെടുക്കണം ആ തുണി. എന്നാൽ അത് ഹലാലാവും. ഇല്ല എങ്കിൽ അതിട്ട് നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. നമുക്ക് എളുപ്പമുള്ള പണിയായി. 2 കുല്ലത്ത് വെള്ളം, 2 കുല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ 200 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ ഒരു 160 ലിറ്റർ വെള്ളം, 160 ലിറ്റർ വെള്ളത്തിലിട്ട് വേണം ഈ നജീസായ വസ്ത്രങ്ങൾ കഴുകാൻ. അതിൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയിട്ട് വേറെ വെള്ളം കൊണ്ടുവരണം. ഇതൊക്കെ ഇസ്ലാമിക ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന നിയമമാണ്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വന്ന് അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തതിലൊന്നും വലിയ കാര്യം. ഇതൊക്കെ പിന്നെ എന്തിനാ ഈ കിതാബുകളിൽ ഈ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? പണ്ഡിതന്മാർ ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമത് എന്തിനാണ്? പിന്നെ ഈ ഫിഖ്ഹ് അക്കാഡമി എന്നൊക്കെ പറഞ്ഞ തഫ്സീറുകളും കർമ്മശാസ്ത്ര കിതാബുകൾ, ഗ്രന്ഥങ്ങളൊക്കെ എന്തിനാ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൗകര്യത്തിന് അങ്ങോട്ട് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും അല്ല ഇത്. ഈ ഉലമാക്കൾ കഷ്ടപ്പെട്ടിരുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച് കാണാതെ പഠിച്ച് അവരത് ഇസ്തിംബാത്ത് ചെയ്ത് ഗവേഷണം നടത്തി നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത് നമ്മളത് പ്രാവർത്തികമാക്കാനാണ്, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനാണ്. അല്ല നമ്മുടെ ഇഷ്ടത്തിന് സ്വന്തം അങ്ങോട്ട് പണിയെടുക്കാനല്ല. അത് നമ്മുടെ ദുനിയാവിലെ കച്ചവടം, അതും പാടില്ല. അത് നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാനും പറ്റൂല. അത് അള്ളാന്റെ റസൂലിന്റെ നിയമപ്രകാരം അല്ലാതുള്ള ബിസിനസ്സും അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. നോക്കണം. അവരാണ് ആഖിറത്തെ ഭയപ്പെടുന്നവർ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ അവരാണ്. അല്ലാത്തിടത്തോളം കാലം അവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല. അപ്പം നമ്മളിവിടെ പന്നിയുടെ കോലം എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വലിയ നജീസ! അല്ല എത്ര നികൃഷ്ടമായ ജീവിയാക്കി അതിനെ ഉൾക്കൊള്ളാൻ പോലും തയ്യാറാകുന്നില്ല എങ്കിൽ ആ കോലത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അവരോട് അള്ളാഹ് അത്രയ്ക്കും നിന്ദ്യതയും നികൃഷ്ടതയും, അള്ളാഹുവിന് അത്രയ്ക്കും അവരോട് വെറുപ്പും വിദ്വേഷമുള്ളത് കൊണ്ടാണല്ലോ. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ, അല്ലേ?